ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററായ സില ബിന്ദിയിലെടുക്കുകയാണ്. ആ പാഠഭാഗത്തിൻ്റെ കവിതയായിരുന്നു. അതിൻ്റെ അപ്രിസിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ സൈഡ് ക്വസ്റ്റ്യൻസും ബാക്കി ആക്ടിവിറ്റീസും നോക്കാം. നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഖാലി കേത്തമേ ലടുക്കിയാം ക്യോം ആത്തി ഹോങ്കി. ഒഴിഞ്ഞ വയലിൽ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് വന്നത്? കാലി കേത്തുമേം ആൻസർ നോക്കിയേ. കാലി കേത്തെന്ന് വെച്ചാൽ ഒഴിഞ്ഞ വയലിൽ, ലടുക്കിയാം പെൺകുട്ടികൾ, സില ബിനിനെ കീലിയെ ജുണ്ട് കി ജുണ്ട് ആത്തിഹേ. സില ബിനിനെ കീലിയെ നെൽക്കതിർ പെറുക്കുവാൻ വേണ്ടി, ജുണ്ട് കി ജുണ്ട് കൂട്ടം കൂട്ടമായി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ധാൻ കി പഹച്ചാനിനെ കി ക്ഷമത ലടുക്കിയോം കോ കൈസെ മിലി ഹോഗി. നെല്ല് തിരിച്ചറിയുവാനുള്ള ക്ഷമത, കഴിവ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയുവാനുള്ള ക്ഷമത, കഴിവ് പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ആൻസർ നോക്കിയേ. ധാൻ കി രംഗ് ആർ ഖുശ്ബുസെ ഉന്നെ പഹച്ചാൻ ലേത്തി ഹേ. നെല്ലിൻ്റെ രംഗ് എന്ന് വെച്ചാൽ നിറം, ഖുശ്ബു എന്ന് വെച്ചാൽ സുഗന്ധം, മണം. ഇവ കൊണ്ട് അതിനെ തിരിച്ചറിയാൻ പെൺകുട്ടികൾക്ക് കഴിയും. അപ്പം നെല്ലിൻ്റെ രംഗ് നിറവും ഖുശ്ബു സുഗന്ധം കൊണ്ട് പെൺകുട്ടികൾക്ക് അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ധാനാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അടുത്ത ദിവസം നോക്കിയേ. പീലി ധൂപമേം ഉൻകി ഹസി और गुनगुनाहट इन पंक्तियों का लड़कियों के जीवन से क्या संबंध है? പീലി ധൂപം എന്ന് വെച്ചാൽ മഞ്ഞ വെയിലിലെ അവരുടെ ഹസി ചിരിയും, ഗുൻഗുനാഹട്ട് മൂളിപ്പാട്ടും. അറിയാലോ നമുക്ക്, ആ ദ്വാപഹർ ഉച്ച സമയത്തെ മഞ്ഞ വെയിലിൽ കുട്ടികളുടെ ചിരിയും മൂളിപ്പാട്ടും ആ കേത്തിൽ മുഴങ്ങിക്കേട്ടു എന്ന് നമുക്കറിയാം, ഒരു സ്റ്റാൻസിലുണ്ടത്. ഇൻ പങ്ക്തിയോം ഈ വരികളിൽ, ലടുക്കിയോം കെ ജീവൻ സേ ക്യാ സംബന്ധ ഹേ. ഈ വരികളിൽ പെൺകുട്ടികളുടെ ജീവിതമായി എന്ത് ബന്ധമാണ് ഉള്ളത്? ആൻസർ നോക്കിയേ. സില ബിനിനെ ഉൻ ലടുക്കിയോം കെ ജീവൻ കാ ഭാഗ് ഹേ. നെൽക്കതിർ പെറുക്കുക എന്നത് പെൺകുട്ടികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ജീവൻ്റെ ഭാഗമാണ് നെൽക്കതിർ ശേഖരിക്കൽ, പെറുക്കുക എന്നത്. ഇസസെ ഇതുകൊണ്ട്, പീലി ധൂപമേം, ആ പീലി എന്ന് വെച്ചാൽ മഞ്ഞ നിറത്തിലുള്ള ധൂപ്, വെയിലിൽ, മഞ്ഞ കളറിലുള്ള വെയിലിലെ, വേ ഖുശീസെ അവർ, ഖുശി എന്ന് വെച്ചാൽ സന്തോഷത്തോടെ, ഹസ്തി അവരെ ഗുൻഗുനാത്തിരത്തിഹേ ചിരിയും മുളിപ്പാട്ടും ചെയ്യുന്നു, അല്ല നടത്തുന്നു. പീലി ധൂപ് എന്ന് വെച്ചാൽ കഠിനമായ വെയിലിലും കുട്ടികൾ സന്തോഷത്തോടെ ചിരിക്കുകയും മൂളിപ്പാട്ട് പാടുകയും ചെയ്യുന്നു. അടുത്ത ദിവസം നോക്കിയേ. ജലപാങ്കിയോം, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ജലപാങ്കിയോം കെ ചോൻസെ മാർനെ और लड़कियों की सिला बिनने में क्या संबंध है? രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന്, ജലപക്ഷികൾ അവരുടെ ചോഞ്ച് ചുണ്ടുകൊണ്ട് ജലത്തിൽ കുത്തുന്നു, അല്ലേ? അതും ലഡ്കികൾ പെൺകുട്ടികൾ സില ബിനിനേമേ നെൽക്കതിർ പെറുക്കുന്നതുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? ജലപക്ഷികളുടെ ചോഞ്ച് കൊണ്ട് ജലത്തിലെ മാർന അലകളുണ്ടാക്കുന്ന കൊത്തുകയും, അതിനുശേഷം പെൺകുട്ടികളെ സില ബിനിനെ എന്ന് വെച്ചാൽ പെൺകുട്ടികൾ നെൽക്കതിർ പെറുക്കുന്നു, ഇതുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? ആൻസർ നോക്കിയേ. ജലപാങ്കിയാം ചോഞ്ച് സെ പാനി മേ മാർനെ കെ ബാദ് ഉഡ് ജാത്തെ ഫി ഉൻകാ സംഗീത് വഹാം ഭരാ രഹിതാ ഹേ. ജലപക്ഷികൾ അതിൻ്റെ ചുണ്ടുകൊണ്ട് ജലത്തിൽ കൊത്തുന്നതിന് ശേഷം, അല്ലെ കൊത്തിയതിന് ശേഷം, ഉഡ് ജാനേഫി പറന്നത്, ഉഡ്നാന്ന് വെച്ചാൽ പറക്കുക എന്ന വാക്കാണ് കേട്ടോ. അപ്പം ജലത്തിൽ കൊത്തിയതിന് ശേഷം അവരെന്ത് ചെയ്തു? ഉഡ് ജാനേഫി പറന്ന് പോയിട്ടും, ഉൻകാ സംഗീത് അവരുടെ ആ സംഗീതം, വഹാം ഫരാറിത്താഹേ അവിടെ ഫർന നിറയുകയും ചെയ്തു. അതായത് പക്ഷികൾ പോയി ആ ജലത്തിലെ അലകൾ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. ഇസി പ്രകാർ ഇതേ രീതിയിൽ ഉൻ ലടുക്കിയോം സില ബിനിനെ ജാനയ്ക്ക് ബാദഫി, ഇതേപോലെ തന്നെ ആ പെൺകുട്ടികളും നെൽക്കതിർ പറക്കിയതിന് ശേഷം, ജാന എന്ന് വെച്ചാൽ പോവുക, ജാനയ്ക്ക് ബാദ് എന്ന് വെച്ചാൽ പോയതിന് ശേഷവും, ഫി വഹാം ഉൻകാ സാന്നിധ്യ ഫരാറിത്താഹേ അവിടെ അവരുടെ സാന്നിധ്യം ഫർണ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അപ്പം 2 പേരും പോയി, ജലപാങ്കികളും പോയി കഴിഞ്ഞു, പെൺകുട്ടികളും പോയി കഴിഞ്ഞു, എന്നിട്ടും അവരുടെ സാന്നിധ്യം ആ കാലിക്കത്തിൽ ഉളവാകുകയും ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസർ കൊള്ളാവുന്ന കേട്ടോ, പഠിച്ചു വയ്ക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സഹി മിലൻ കരെ ചേരുംപടി ചേർത്തെഴുതുക. രംഗീൻ ചിടിയ, രംഗീൻ പല വർണ്ണത്തിലുള്ള പക്ഷികൾ. ഞാൻ നോക്കിയേ ചേരുംപടി ചേർത്തെഴുതാൻ അങ്ങ് ഓർഡർലെസ് ആയിട്ട് എനിക്ക് തരുന്നത്, ഓർഡറാക്കി വേണം നിങ്ങൾ എഴുതാൻ. ഞാനിവിടെ കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ.
രംഗിൻ ചിടിയാന്ന് വെച്ചാൽ പല നിറത്തിലുള്ള പക്ഷികൾ. നോക്കിയേ, സില ബിന്തി ലടുക്കിയ, നെൽക്കതിർ പെറുക്കുന്ന പെൺകുട്ടികളെ പല നിറത്തിലുള്ള പക്ഷികളെ പോലെയാണ് കവി ചിത്രീകരിച്ചത്. അടുത്ത ഗുലാബി റോഷിനി, റോസ് നിറത്തിലുള്ള പ്രകാശം. ഫൈലാത്തി പ്രസന്നത, സന്തോഷം വ്യാപിപ്പിക്കുകയും ചെയ്തു ഭൂമിയിൽ, അല്ലേ. അവിടെ നോക്കിയേ, ചോഞ്ച് മാർന, ചോഞ്ച് എന്ന് വെച്ചാൽ ചുണ്ടുകൊണ്ട് കുത്തുക. കാനയ്ക്ക് തലാശെ, ആഹാരം തേടുക. അതാണ് പക്ഷികൾ ചെയ്യുന്നത്. അടുത്ത പീലി ധൂപ് എന്ന് വെച്ചാൽ മഞ്ഞ കളറിലുള്ള വെയിൽ. അത് കഠിനമായ വെയിലാണ്. സിന്ദഗി കാ തീക്കാപ്പൻ, ജീവിതത്തിൻ്റെ തീക്ഷ്ണതയാണ് അത് അറിയിക്കുകയും ചെയ്യുന്നത്. ടേബിൾ കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ വായിച്ച് പഠിച്ച് കൊണ്ടുപോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിത കെ ആധാർ പറെ സഹി ആശയ ചുൻകർ ലിഖേ. കവിതയെ അടിസ്ഥാനമാക്കി ശരിയായിട്ടുള്ള ആശയം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 6 തന്നിരിക്കും കേട്ടോ. അതിൽ നിന്ന് 4 നമ്മൾ ശരിയാക്കി എഴുതി. നോക്കി, ശരിയായിട്ടുള്ള പോയിൻ്റാണ് എഴുതിയിരിക്കുന്നത്. ഇത് വായിച്ച് വെച്ചിരിക്കുക. നോക്കി വായിച്ച് പറഞ്ഞുതരാം. സില ബിനിനെ കെലിയെ ലടുക്കിയാം കേത്തുമേ ആത്തി ഹേ. സില ബിനിനെ വെച്ചാൽ നെൽക്കതിർ പെറുക്കുവാൻ വേണ്ടി പെൺകുട്ടികൾ വയലിലേക്ക് വന്നു. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ലടുക്കിയോം കെ ചെഹരയ്ക്ക് ഗുലാബി റോഷിനി ധർത്തി പർ ഫൈലാത്തി ഹേ. പെൺകുട്ടികളുടെ മുഖത്ത് നിന്നും എന്ത് ചെയ്തു? ഗുലാബി റോഷിനി, പെൺകുട്ടികളുടെ മുഖത്തുള്ള ഗുലാബി റോഷിനി, റോസ് നിറത്തിലുള്ള പ്രകാശം ധർത്തിയിലേക്ക്, ഭൂമിയിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. നെക്സ്റ്റ്, ലൗട്ട്നെ ബാദ്, മടങ്ങിപ്പോയതിന് ശേഷവും, കെ ബാദ് ഫി കേത്ത് മേലെടുക്കിയോങ്ക ഉപസ്ഥിതി ഫരിരക്തി ഹേ. വയലിൽ പെൺകുട്ടികളുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു. പെൺകുട്ടികൾ പോയി, അതിനുശേഷവും ആ വയലിൽ അവരുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ്, കേവൽ ഏക് ജൂൺ കി ബാലിയാം ലേക്കർ ലഡ്കിയാം കർ ലൗട്ടി ഹേ. കേവലം 1 ജൂൺ എന്ന് വെച്ചാൽ ഒരു തവണ, ഒരു പ്രാവശ്യം അതിലുള്ള ബാലിയാം അനാജുകൾ, ധാന്യങ്ങൾ കിട്ടിയപ്പോൾ പെൺകുട്ടികൾ വീട്ടിലേക്ക് ലൗട്ട്ന മടങ്ങിപ്പോവുകയും ചെയ്തു. അത് 4 പോയിൻ്റാണ് ശരി. ഈ 4 പോയിൻ്റുകൾ സെലക്ട് ചെയ്ത് എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, എക്സാം ഇങ്ങനെയുള്ളത് ചോദിക്കും കേട്ടോ. പിന്നെ ഓക്കെ, ഇന്നത്തെ ഈ ക്ലാസ്സിലെ ഇതിനകത്തെ ഉള്ള ആ ചാപ്റ്ററിലെ എല്ലാം നമ്മൾ പഠിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്രീസിയേഷൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഈ ക്ലാസ്സിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.